ബ്രഹ്മകുമാരീസ് രാജ്യവ്യാപകമായി രക്തദാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. 2025 ആഗസ്റ്റ് 22 മുതൽ 25 വരെയുള്ള തീയതികളിലാണ് രക്തദാനം സംഘടിപ്പിക്കുന്നത്. രക്തം ദാനം ചെയ്യാൻ സന്നദ്ധമായവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന കാഴ്ചപ്പാടുകൂടി ഈ ഉദ്യമത്തിന്റെ പിന്നിലുണ്ട്. രക്തദാനം ജീവദാനമാണ്. അതൊരു മഹത്തായ കാര്യമാണ്. ബ്രഹ്മകുമാരീസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള, അവരുടെ രോഗം വന്നാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിൽ 3 ശാഖകളുണ്ട് ബ്രഹ്മകുമാരീസ്. കണ്ണൂരും തലശ്ശേരിയും തളിപ്പറമ്പും. ഇവിടങ്ങളിലെല്ലാം രക്തദാന സേന സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ കണ്ണൂരിൽ ആഗസ്റ്റ് 22 രാവിലെ 9:30 മുതൽ കോളേജ് ഓഫ് കോമേഴ്സിന്റെ ഹാളിൽ വെച്ചാണ് രക്തദാന സേനയിലേക്ക് രക്തം ദാനം ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. നിങ്ങളിൽ ഈ മഹത്തായ ജീവദാന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അങ്ങനെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കോളേജ് ഓഫ് കോമേഴ്സിന്റെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു നല്ല കാര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, DYFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിൽ നിരവധി പേർ ജില്ലാ ആശുപത്രികളിലും മറ്റുമായി സർജറി ആവശ്യമുള്ള ഘട്ടത്തിൽ രക്തം വേണ്ടി വരുമ്പോൾ അത് ദാനം ചെയ്യാനുള്ള യുവജന സ്ക്വാഡ്, സന്നദ്ധ സേന ഉണ്ടാക്കിയത്. അത് പലർക്കും പ്രയോജനപ്പെട്ടു. അതുപോലൊരു സംരംഭമാണ് ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ ദാനം ചെയ്യുന്ന രക്തം അത് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ സെന്ററുകളിലുമാണ് നൽകുന്നത്. അതും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന സവിശേഷതയുണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, രക്തം ദാനം ചെയ്താൽ നിങ്ങളുടെ ജീവൻ ഒരു അപകടവും ഉണ്ടാവുകയില്ല. എത്രയോ തവണ ഞാൻ രക്തം ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ദാനം ചെയ്യുന്ന രക്തത്തിന് തത്തുല്യമായ അളവിൽ പിന്നീട് ലഭിക്കുന്നതാണ് എന്ന സവിശേഷതയുണ്ടെന്ന് ഡോക്ടർമാർ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മടിക്കരുത്, രക്തം ദാനം ചെയ്യാൻ സന്നദ്ധമാവുക, ബ്രഹ്മകുമാരീസിന്റെ ഈ സംരംഭത്തിൽ പങ്കാളിയാവുക. അതിന് വിനയപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.